ഞാൻ നിങ്ങളെ കൂടുതലും കാണിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ വണ്ടിക്കൂലി മാത്രം മുടക്കി വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. കാരണം ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളാണല്ലോ പോകുന്നത്. ഹായ്, ഞാൻ ഈ പൊരി വലത്തിക്കുന്ന സ്ഥലം എന്നറിയാവും, നമ്മുടെ പത്തനംതിട്ടയിലുള്ള നാഗപ്പാറ. പത്തനംതിട്ട ചുങ്കപ്പാറയ്ക്കടുത്തായിട്ടാണ് ഈ നാഗപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി സ്പോട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയും കപ്പിൾസായിട്ടൊക്കെ വന്ന് സംസാരിച്ച് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണ് ഇവിടെ. കൂടുതലും ഈ വൈകുന്നേരങ്ങളിൽ വരുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ സമയത്ത് നല്ല കാറ്റുണ്ടെങ്കിലും നമുക്ക് ഈ പരുത്തുംപാറയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ട്. പക്ഷെ അത്രയും കാറ്റില്ലെങ്കിലും ഏകദേശം ആ ഒരു ഫീലുണ്ട്. മൊത്തം കാടാണ്. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഇത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ കാടായിട്ട് തോന്നത്തില്ല എന്നുണ്ടെങ്കിലും നമ്മളെപ്പോലെ ഈ ആലപ്പുഴ കോട്ടയത്തിൻ്റെ ബോർഡർ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് നല്ലൊരു അനുഭവമാണ്. അതുപോലെ നല്ല കാറ്റാണ് ഇവിടെ എന്താ പറയുക, ഈ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പാറയ്ക്കകത്തൂടെ എല്ലാം വെള്ളം ഒഴുകി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് പാറയ്ക്കകത്തൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പാറയുടെ മുകളിൽ കൂടെ ഒഴുകി വരുന്നത് കാണാൻ തന്നെ നല്ല രസമായിരിക്കും. ഞാൻ ഈ സ്ഥലത്ത് വരുന്ന മുമ്പ് ഇവിടുത്തെ വീഡിയോസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുപോലെ മഴയത്ത് ആളുകൾ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കയറിയതേ ഉള്ളൂ. അപ്പോൾ ഈ നാഗപ്പാറയിലെ സ്ഥലങ്ങളും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളെങ്കിൽ ആ കാര്യങ്ങളും പിന്നെ മറ്റു വിശേഷങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൈസണ്ട് ഈ കാണുന്നതാണ് നാഗപ്പാറ. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ കാണാൻ. നല്ല കാറ്റാണ് കേട്ടോ. ഈ ചൂടാണെന്ന് പറഞ്ഞാലും ഇവിടെ നല്ല കാറ്റാണ്. പിന്നെ സ്ഥിരം സ്ഥലത്തുള്ളതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ സ്നേഹമുള്ള ചേട്ടന്മാരുടെ വീറും കുപ്പികളും ഇവിടെ കിടപ്പുണ്ട്. നല്ല ഇറക്കമുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു പാറ നമ്മളങ്ങ് ഇറങ്ങി പോവുക. ഇത് എവിടെ ചെല്ലുന്നതെന്നൊരു പിടുത്തമില്ല. എന്തായാലും ഞാൻ ഇറങ്ങാൻ പറ്റുന്ന അത്ര ഇറങ്ങി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ചുറ്റും പാറ. ഇവിടെ ഒന്നും ആരുമില്ല. അതുകൊണ്ടോ ഫുള്ള് പാറ. അതിൻ്റെ നടുക്ക് കുറച്ച് മരങ്ങളും. എനിക്ക് ശരിക്കും നമ്മളാ പരുന്തുംപാറയിലോട്ട് ചെന്നിട്ട് നമ്മൾ ആ ഇറക്കറി ചെല്ലുന്ന ഫീലുണ്ട് ശരിക്കും ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഇറക്കമാണ് കേട്ടോ, കുത്തനെ ഇറക്കമാണ്. ചെറിയ രീതിയിൽ കണ്ടോ പായലൊക്കെ ഉണ്ട്. നോക്കി നടക്കണം വരുന്നവർ. അപ്പോൾ ഈ മഴക്കാലത്ത് നല്ല പായലായിരിക്കും കേട്ടോ. ഞാൻ കുറച്ചും പറഞ്ഞ പോലെ മഴക്കാലത്ത് നല്ല രസമായിരിക്കും. കാരണം അതുകൊണ്ട് അത്രയും പൊക്കത്തു നിന്ന് താഴോട്ട് നടന്നു വരേണ്ട ആവശ്യം വരത്തില്ലായിരിക്കും, നിരങ്ങി വരാം. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് എത്തിയ കാര്യം പറയായിരുന്നു. ഇതുണ്ട് ഈ കാണുന്നുണ്ടോ, ഇതാണ് ഭീമൻ ഉരുട്ടിയ പാറ എന്ന് ഇവിടെ അറിയപ്പെടുന്നത്. കാരണം അത്രയും ഉരുണ്ടാണ് ഇരിക്കുന്നത്. സത്യാവസ്ഥ നമ്മളെന്താ പറയുക, സയൻറ്റിഫിക്കലി ചിന്തിക്ക് മനസ്സിലാവും. മേളിൽ നിന്ന് ഉരുണ്ട് ഇതിങ്ങനെ ആയതാണ്. പക്ഷേ എന്നാലും ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇത് ഭീമൻ ഉരുട്ടിയ പാറ എന്നാണ്. ആ രണ്ട് പാറ അതിനിടയ്ക്കൂടെ ഞാൻ പറഞ്ഞില്ലേ വെള്ളച്ചാട്ടം കാണുമെന്ന് പറഞ്ഞില്ലേ മഴക്കാലത്ത്. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ വെള്ളച്ചാട്ടം കാണും. നിങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ നിങ്ങളെ കൂടുതലും കാണിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ വണ്ടിക്കൂലി മാത്രം മുടക്കി വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. കാരണം ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെയും കാണിക്കുന്നത്. അപ്പം ഈ നാഗപ്പാറയിലെ ഇതുകൊണ്ട് ഈ കാണുന്ന ഭീമൻ ഉരുട്ടിയ പാറ കാണാൻ വേണ്ടി ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ഈ കാണുന്ന പാറക്കെട്ടിനകത്തൂടെ നടന്ന് നമ്മളിവിടെ വരുന്നുണ്ടെങ്കിൽ അത്ര നല്ല സ്പോട്ടായിട്ട് തന്നെയാണ്. ഇത് കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ. ചാടിക്കേറി ഈ വെള്ളത്തിൻ്റെ ഉത്ഭവം എവിടാണ് ഗായ്സ്? അങ്ങ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് എവിടുന്നായി വെള്ളം വരുന്നൊരു പിടുത്തം കാണത്തില്ല. ഇത് തപ്പിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നൊന്നും ഇവിടുന്ന് പോക്കുവാണെന്ന് വിചാരിക്കുന്നില്ല. ഈ വെയിലത്ത് അണച്ച് ഗായ്സ്. ഇതിൻ്റെ വെള്ളം എവിടുന്നാണ് വരുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. കാരണം പല സ്ഥലങ്ങളിലായിട്ട് വന്ന വെള്ളം ഒഴുകി വരുന്നത് സ്വാഭാവികമാണല്ലോ. ഇതുപോലുള്ള പ്രദേശങ്ങളിൽ നമ്മുടെയൊക്കെ അവിടുത്തെ പോലെ ഒരു സ്ഥലത്തു നിന്നായിരിക്കില്ല വെള്ളം വരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം വരും. പക്ഷേ ഇത് നല്ലൊരു എന്താ പറയുക, ഒരു മിനി അഡ്വഞ്ചർ ട്രിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ തപ്പി പോകാൻ പറ്റിയില്ലേ. ചുമ്മാ ബോറടിച്ചപ്പം ഗൂഗിൾ സെർച്ച് ചെയ്തപ്പം കിട്ടിയതാണ് നാഗപ്പാറ. പക്ഷേ
അടിപൊളി കേട്ടോ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അടിപൊളി ആയിരിക്കാം. ഇനി എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആരും വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ നടക്കുക. അടിപൊളി അടിപൊളി. വെയിൽ കൊണ്ട് ക്ഷീണിച്ച് കഴിയുമ്പോൾ കയറ്റം കയറി അണച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ ഓരോ മരങ്ങളുണ്ട്, അതിൻ്റെ ചോട്ടി ഇരിക്കാം. ഇപ്പോഴത്തെ ഈ മരങ്ങളൊക്കെ എന്തെങ്കിലും ഫലങ്ങളുണ്ടായിരുന്നെങ്കിൽ അതും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ച് ബൈക്കിരിക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നല്ല കയറ്റമാണ്, കുത്തനെ കയറ്റം. നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ടുമ്പോൾ മനസ്സിലാവുമല്ലോ, പിടിച്ച് കയറാൻ പോലും പറ്റത്തില്ല. ഇതുണ്ടോ എൻ്റെ നിഴലിനെയൊക്കെ കണ്ടോ, ഒറ്റ ഇതുപോലെ പയ്യെ പയ്യെ കയറണം. ഞാൻ മൊത്തം കയറുന്ന വീഡിയോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഫോണൊക്കെ പോക്കറ്റിൽ ഇട്ടിട്ട് ഇതിലൊക്കെ പിടിച്ച് വേണമായിരിക്കും കയറാനായിട്ട്. കാരണം എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടേ, എൻ്റെ ശരീരത്തിന് പെട്ടെന്ന് കിതയ്ക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഏകദേശം 100 കിലോയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. വയ്യ, അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അത്ര ആവേശം തിരിച്ചു കയറാനില്ല. തിരിച്ചു കയറുമ്പോൾ നല്ല കയറ്റമുണ്ട് കേട്ടോ. ഇവിടെ ഈ വെയിലും എല്ലാം കൂടെ ആയപ്പം എൻ്റെ അമ്മേ, ഈ കാറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തളർന്നു പോയേനെ. ഡെയിലി ഒരു 10 വട്ടം ഇതുപോലെ ഞാൻ കയറി കഴിഞ്ഞാൽ എൻ്റെ ഹാറ്റും പോവും, എല്ലാം പോവും. കുറച്ച് ഇരുന്നിട്ട് പോവേ. കിതയ്ക്കാൻ സൗണ്ടായിരിക്കും മൊത്തം കേൾക്കുന്നതല്ലേ. അടിപൊളി അമ്മേ. അങ്ങനെ തുടക്കത്തിലെ ആവേശം തീരാൻ നേരത്ത് കാണിക്കാത്ത മടിയനായ ഞാൻ ഒരു വിധത്തിൽ ഈ നാഗപ്പാറ കയറി മേളി വന്നു. അയ്യോ, അടിപൊളി അഡ്വഞ്ചറായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ അഡ്വഞ്ചറാടേ. അയ്യ. എന്തായാലും ഈ സമയത്ത് വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. ഇവിടെ വന്നപ്പോൾ ഞാൻ പുച്ഛിച്ച് തള്ളിയ ഈ പട്ടിക്കാട്ടിൽ എന്തിനാണ് ഇങ്ങനൊരു കടയെന്ന് പുച്ഛിച്ച് തള്ളിയ ആ സ്ഥലത്ത് അങ്ങനൊരു കടയിട്ട ആ ചേട്ടനും ഞാൻ ഈ കിതച്ച് വരുന്ന സമയത്ത് കൃത്യം കട തുറക്കാൻ കാണിച്ച ആ മനസ്സിനും നന്ദി പറയുന്നു. എത്രയും പെട്ടെന്ന് അവിടെ പോയി ഒരു വെള്ളവും കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കാതെ നമ്മളിനി എങ്ങോട്ടും ഇല്ലേ.